ഷലോം. എല്ലാ എബ്രായ വിദ്യാർത്ഥികൾക്കും ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മെനോറ മിനിസ്ട്രീസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മെനോറ ഹിബ്രു ബൈബിൾ സ്കൂളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ സെഷൻ പ്രാർത്ഥിച്ച് ആരംഭിക്കാനായിട്ട് ജിബി സഹോദരിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഈ സന്ധ്യാസമയം ഞങ്ങൾ അങ്ങയുടെ വചനം പഠിക്കുവാനായി കടന്നു വരുന്നു. പിതാവേ, ഞങ്ങളെ അടിയങ്ങളെ സഹായിക്കുമാറണമേ. അങ്ങയുടെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറണമേ. പ്രത്യേകിച്ച് ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. അങ്ങയുടെ ആലോചന, ഹല്ലേലൂയ, ആ വചനത്തിന്റെ ആ അക്ഷരത്തിന്റെ പൊരുളുകളെ തിരിച്ചു പഠിപ്പിക്കുവാനുള്ള കൃപയും ശക്തിയും കർത്താവെ കൊടുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് അത് മനസ്സിലാക്കുവാനും അത് ഗ്രഹിച്ച് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കൃപയും ഞങ്ങളെ പുതിയതിനായി സ്തോത്രം. എല്ലാം യഹോവയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നതായി തോന്നി കേൾക്കണം പിതാവേ. ആമേൻ. അമേൻ, 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 അമേൻ. അപ്പം എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ മെനോറ ഹിബ്രു ബിബ്ലിക്കൽ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് 10ാമത്തെ അക്ഷരമാണ് പഠിക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള അക്ഷരമാണ്. അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സജി പാസ്റ്റർ. ഞാനുണ്ട് സാറേ, ഞാനുണ്ട്. ഓക്കെ. എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കാമോ? അല്ല, ഹോസ്റ്റ് അല്ല, എന്നെ ഒന്ന് മെയിൻ ഇതാക്കിയാൽ മതി. എൻ്റെ വീഡിയോ സ്പോട്ട്ലൈറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്കിത് പഠിക്കാനുള്ള അക്ഷരം ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് കാണാം. വിശ്വസിക്കുന്നു എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, യോധ് എന്നാണ് എഴുതിയിരിക്കുന്നത്, കണ്ടോ? യോധ്. അപ്പോ അവിടെ എന്തൊക്കെ അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് എബ്രായ അക്ഷരങ്ങൾ എന്തൊക്കെയാണ് അവിടെ എഴുതിയിട്ടുള്ളത്? യോധുണ്ട്, ഒരു വാവുണ്ട്, ഒരു ഡലത്തുണ്ട്, അല്ലേ? യോധെന്നുള്ള ആ അക്ഷരം എബ്രായ ആയിട്ട് എഴുതുമ്പോൾ അതിനെന്തൊക്കെ അക്ഷരങ്ങളാണ് അവിടെ ഉള്ളത്? അവിടെ ഒരു യോധുണ്ട്, ഒരു വാവുണ്ട്, ഒരു ഡലത്തുണ്ട്. നിങ്ങൾ ഈ നമ്മൾ ആലഫ് മുതൽ ഇപ്പൊ യോധ് വരെ വന്നല്ലോ. അപ്പം ഈ ആലഫ് മുതൽ യോധ് വരെ വന്നപ്പോൾ നിങ്ങൾ എത്ര പേര് ഈ എബ്രായ രീതിയിൽ അക്ഷരങ്ങൾ എഴുതുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്? എന്നെ ഓൺലൈനിലും അതാണ് ഇപ്പൊ ക്ലാസ്സിലിരുന്ന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരടുത്തുമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ അതും കൂടെ വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ആലഫ് എന്ന് എഴുതുമ്പോൾ ഏതൊക്കെ അക്ഷരങ്ങളുണ്ട്? ആ, ല, പ, ആലഫ്. അതേപോലെ ഡലത്ത് എഴുതുമ്പോൾ എന്തായിരുന്നു? ഗിമൽ എഴുതുമ്പോൾ എന്തായിരുന്നു? അതേപോലെ നമ്മൾ ഈ 10 അക്ഷരങ്ങളും എഴുതിയപ്പോൾ ഏതൊക്കെ അക്ഷരങ്ങൾ ഇതിനുപയോഗിച്ചു എന്ന് നിങ്ങൾ കണ്ടെത്തുവാണെങ്കിൽ വളരെ ഈസി ആവും പിന്നെ നിങ്ങളുടെ പഠനങ്ങൾ. അത് ഞാനൊന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ യോധ്, വാവ് ആൻഡ് ഡലത്ത്, ഇതിൻ്റെ അകത്തൊരു വലിയ ആത്മീയ മർമ്മമുണ്ട്. നമുക്കത് ചിന്തിക്കാം. ഓക്കെ, ഞാനതൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. നമുക്ക് വരുന്ന ക്ലാസ്സിലായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ യോധ് 10ാമത്തെ അക്ഷരം. എബ്രായ അക്ഷരമാലയിലെ 10ാമത്തെ അക്ഷരം, ഏറ്റവും ചെറിയ അക്ഷരം. അത് വളരെയേറെ ശ്രദ്ധിക്കണം. ഏറ്റവും ചെറിയ ഒരു കുഞ്ഞക്ഷരമാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു പടം കണ്ടു. അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് മേലെ, എ ശു ആ.
യേശുവ എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ഒരു ഇസ്രായേലിന്റെ ഒരു മാപ്പ് ആ യോദിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. 10 അതിന്റെ ആ, എന്താണ് അതിന്റെ ഗമറ്റേറിയ വാല്യൂ. ആൻഡ് ഏറ്റവും അടിയിൽ മത്തായിയുടെ സുവിശേഷം 5:17-18 വാക്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എന്തായാലും ആ വാക്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. എന്നാലും നമ്മൾ അതിനെക്കുറിച്ചും ചിന്തിക്കും. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡിന്റെ ഇപ്പൊ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ലൈഡിന്റെ ഏറ്റവും താഴെയായിട്ട് ഞാൻ ഈ ഏർലി ഹീബ്രു, മിഡിൽ ഹീബ്രു, ലേറ്റ് ഹീബ്രു ആൻഡ് മോഡേൺ ഹീബ്രു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അവിടെ ഏർലി ഹീബ്രു എന്ന് എഴുതിയെടുത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഒരു കരം ഇങ്ങനെ നീട്ടി വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു കരം, ഒരു മനുഷ്യന്റെ കരം നീട്ടി വെച്ചിരിക്കുന്നത്. അപ്പോ അതെന്തിനെയാണ് കാണിക്കുന്നത്? നിങ്ങൾക്ക് എവിടെയെങ്കിലും ആ ചിത്രം ഓർമ്മ വരുന്നുണ്ടോ? തിരുവചനവുമായി ബന്ധപ്പെട്ട് നീട്ടിയ ഒരു കരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്ന ഒരു ഹാലേലൂയ പറയണം. കാരണം ദൈവത്തിന്റെ നീട്ടിയ കരത്തെക്കുറിച്ചും നീട്ടിയ ഭുജത്തെക്കുറിച്ചുമായിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. ആം ആൻഡ് ഹാൻഡ് എന്നാണ് എൻ്റെ അർത്ഥം. പിക്ടോഗ്രാഫിക് മീനിങ് വർക്ക്, മേക്ക് ആൻഡ് ത്രോ എന്നൊരർത്ഥമുണ്ട്. വർക്ക്, മേക്ക് ആൻഡ് ത്രോ, അതായത് ഒരു പ്രവൃത്തി, ഒരു വേല ചെയ്യുന്നതായിട്ടൊരു അർത്ഥമുണ്ട്. ഒരു കാര്യം സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുക, നിർമ്മിക്കുക എന്നൊരർത്ഥമുണ്ട്. ഒരു കാര്യത്തെ എടുത്ത് എറിയുക എന്നൊരു അർത്ഥമുണ്ട്. ഇത് 3 അർത്ഥങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട്. എന്നാൽ കുറെ അർത്ഥങ്ങളുണ്ട്. ഞാൻ മുൻപെയൊക്കെ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ എബ്രായ അക്ഷരത്തിന് ഓരോ അക്ഷരത്തിനും വിവിധ തട്ടുകളിലായിട്ട് തന്നെ അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് അത് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ എബ്രായ ഭാഷാ പഠനത്തിന് അത് ഏറ്റവും വലിയ അർത്ഥം അല്ലെങ്കിൽ ഏറ്റവും വലിയ ആവശ്യകതയുള്ള ഒരു കാര്യമാണ് ഈ അർത്ഥങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത്. ഏത് കോണ്ടെക്സ്റ്റിൽ എന്താണ്, എങ്ങനെയാണ് അത് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനെ ഡീകോഡ് ചെയ്ത് പഠിക്കുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അർത്ഥങ്ങളുടെ ഒരു സമുച്ചയം അല്ലെങ്കിൽ ആ അർത്ഥങ്ങളുടെ ഒരു കൂട്ടം നമ്മുടെ മനസ്സിലിരിക്കുകയാണെങ്കിൽ. അപ്പോൾ ന്യൂമറിക്കൽ വാല്യൂ 10, 10. അതേപോലെ തന്നെ ആലഫ് ബെത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ അക്ഷരക്രമത്തിലും 10ാമത്തെ അക്ഷരം തന്നെയാണ് യോദ്. ഓക്കെ, നമുക്ക് അകത്തോട്ട് പോകാം. അതിൻ്റെ ഓക്കെ ഓക്കെ ഞാൻ ആദ്യം ഈ സ്ലൈഡാണ് കാണിക്കേണ്ടിരുന്നത്. യോദ് ഏറ്റവും ചെറിയ അക്ഷരം, 2ാമത്തത് ഇതായിരുന്നു, 3ാമത്തത് ഇതായിരുന്നു. ഓക്കെ, അപ്പോ അതിന്റെ വില 10. ശബ്ദം യോ യോ ഓ എന്നുള്ള ശബ്ദം. ചിത്രാക്ഷര ശബ്ദാർത്ഥം, ദ പിക്ചർ വേർഡ് മീനിങ് കൈ അല്ലെങ്കിൽ കരം. അർത്ഥം ദൈവത്തിന്റെ കരം എന്നൊരു ഇതാണ്. അതിന്റെ ഇംഗ്ലീഷിൽ ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. നമുക്ക് അകത്തോട്ട് പോകാം. അപ്പോൾ അത് ബുക്ക് പ്രിന്റില് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വരുന്നത് നമ്മൾ കാണുന്നു. മാനുവൽ ആയിട്ട് പ്രിന്റിലും കരുതുന്നത് നമ്മൾ കണ്ടു. അത് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു അക്ഷരമാണ്. വളരെ ഈസി ആയിട്ട് എഴുതുന്ന ഒരു അക്ഷരം. ഒരു ഒരു ചെറിയൊരു ഒരു വര, ഒരു ചുലിപ്പ് പോലെ ഇങ്ങനെ ഇട്ടാൽ തന്നെ അത് യോധായിട്ട് മാറും. അപ്പൊ താഴെ ഞാൻ അത് എഴുതിയിട്ടുണ്ട്. നോട്ട് ദാറ്റ് ദ സ്ട്രോക്ക് ഡിസൺ ഓൺലി അബൌട്ട് ഹാഫ് വേ ടുവേർഡ്സ് ദ ബേസ് ലൈൻ. അതിങ്ങനെ ഇങ്ങനെ വരച്ചിട്ട് താഴോട്ടൊരു ചെറിയൊരു ചുലിപ്പ് കൊടുക്കുമ്പോൾ തന്നെ അത് യോധാവും. ഇപ്പൊ തന്നെ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞു, എഴുതാൻ പോലും അത് പഠിച്ചു കഴിഞ്ഞു. എന്നാലും നമ്മളിവിടെ എങ്ങനെ എഴുതുന്നു എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അതൊരു ഗമറ്ററി വാല്യൂ 10 ആണ്. പിക്ടോഗ്രാഫിക് ആൻഡ് ഇത് കണ്ടു. കെറ്റാവ് ഇവറി സ്റ്റൈൽ നിങ്ങൾക്ക് കാണാം. കെറ്റാവ് അഷൂർത്ത് സ്റ്റൈൽ കാണാം. ആൻഡ് ദ ബുക്ക് ടൈപ്പ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു എബ്രായ ഒരു പദമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ പദത്തിന്റെ കാര്യമല്ല ഞാൻ നോക്കുന്നത് ഇപ്പോൾ. അതിൻ്റെ അകത്ത് ഈ
ടിൽറ്റ് ആൻഡ് ജോട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം. അതായത് വള്ളിയോ പുള്ളിയോ മാറിപ്പോകത്തില്ല എന്ന് തിരുവചനത്തിൽ പറയുന്നു. അപ്പോൾ ആ വള്ളിയും പുള്ളിയും എന്നുള്ള സംഭവമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ ഇച്ചിരി വലുതാക്കി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് കാണാൻ പറ്റും എന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ഞാൻ വലുതാക്കാം. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ അറ്റത്തെ ഏറ്റവും ഒരു ചുനിപ്പ് കണ്ടോ, ഒരു കുഞ്ഞ്, അത് 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 കണ്ടോ, താഴോട്ട് നീണ്ടു വന്നിരിക്കുന്ന ഒരു ഇത് കണ്ടോ, ജോട്ട് ആൻഡ് ടിറ്റിൽ. പിന്നെ ഇവിടെ കാണുന്നത് ക്രൗൺലെറ്റ്. അതായത് നമ്മളിത് നേരത്തെയും കണ്ടിരുന്നു. ഏതാ, ഓരോ അക്ഷരത്തിന്റെ മുകളിൽ എന്താണ് ഒരു കിരീടം പോലെ നമ്മൾ കണ്ടിരുന്നു. ഇത് ഐൻ എന്നുള്ള അക്ഷരമാണ്. അപ്പൊ ഐന്റെ മേളിൽ നമ്മൾ ഇത് കണ്ടു. അതേപോലെ തന്നെ ഗിമലിന്റെ മേളിലും കിരീടം കണ്ടിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ ഗിമലിന്റെ മേളില്? അപ്പൊ ഗിമൽ ആരായിരുന്നു നമ്മൾ പഠിച്ചായിരുന്നു. ഗിമലിന്റെ പ്രത്യേകതകൾ പഠിച്ചു. അപ്പൊ ഗിമലിന്റെ പ്രത്യേകതകൾ പഠിച്ചപ്പോ ഗിമൽ എന്നുള്ള അക്ഷരത്തിന്റെ മുകളിലും ക്രൗൺ ഉണ്ടായിരുന്നു. ചില അക്ഷരത്തിന്റെ മുകളിൽ ക്രൗൺസ് ഉണ്ട്. അത് ആ അക്ഷരത്തിന്റെ അധിക പ്രാധാന്യത്തെ കുറിച്ച് കാണിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഇതിന്റെ ആഴങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സ്ലൈഡിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുള്ളത്. നമുക്ക് താഴോട്ട് പോകാം. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് യോദ് എന്നുള്ള അക്ഷരത്തിലേക്ക് വന്ന് നിൽക്കുന്നു. യോദ്. Now we reach Yod, the 10th letter of the alphabet. Alphabet എന്നുള്ള ആ അക്ഷരക്രമത്തിലെ 10ാമത്തെ അക്ഷരത്തില് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നു. The smallest in the form, yet the mightiest in mystery. If Teth was the hidden womb, then Yod is the seed planted with it, the point where infinity touch. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെത്താണ് പഠിച്ചു നിർത്തിയത്. ടെത്തിനെ നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു വൂംബ് ആയിട്ട് പഠിച്ചു. ഒരു അതിലൊരു പാമ്പെന്നുള്ള അർത്ഥവും പഠിച്ചിരുന്നു. അതൊന്ന് ഒരു ഗർഭപാത്രം എന്ന് നമ്മൾ പഠിച്ചു. അതായത് എന്തിനോട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഗതി ആയിട്ടാണ് വൂമ്പിനെ നമ്മൾക്ക് കാണുന്നത്, അല്ലെ? പക്ഷെ അത് വൂംബ് ആണെങ്കിൽ ഇവിടെ then the yod is a seed plant within it. അതായത് ആ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഉരുവം പ്രാപിക്കാനായിട്ട് ഇരിക്കുന്ന ഒരു വിത്തിനെയാണ് യോദ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് യോദിന്റെ ആഴത്തിലുള്ള കാര്യങ്ങൾ നോക്കി പോകാം. It is a letter of divine spark, humility and eternal essence. അതായത് വളരെ ദൈവികമായിട്ടുള്ള നിത്യതയുടെ ഒരു സത്ത ആണ് യോദ്. അതേപോലെ തന്നെ ഒരു ഡിവൈൻ സ്പാർക്ക് അല്ലെങ്കിൽ താഴ്മയുടെ ഒരു രൂപമായിട്ടും യോദിനെ നമുക്ക് കാണുവാൻ പറ്റും. അപ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എഴുതുന്നവർ നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ എഴുതണം ദ പോയിന്റ് ഓഫ് ഡിവൈൻ പ്രസൻസ്. ദൈവ സാന്നിധ്യത്തിന്റെ കേന്ദ്ര ബിന്ദു വേണമെങ്കിൽ മലയാളത്തിൽ അങ്ങനെ എഴുതാം. ദൈവ സാന്നിധ്യത്തിന്റെ കേന്ദ്ര ബിന്ദു യോദ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എന്താ പറയുന്നത്, പിക്ടോഗ്രാഫിക് മീനിങ് എന്നാണ്. അപ്പൊ ആ പിക്ടോഗ്രാഫിക് മീനിങ് നിങ്ങൾ അവിടെ എഴുതുവാണെങ്കിൽ നന്നായിരിക്കും. ദ പിക്ടോഗ്രാഫിക് മീനിങ് ആദ്യത്തെ പോയിന്റ്. അപ്പോ ഞാൻ പറയുന്ന നോട്ട്സ് പതുക്കെ നിങ്ങൾ അത് എഴുതിയെടുക്കുക. In ancient form, Yod looked like an outstretched hand or arm, a symbol of action, giving and creation. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യോദ് എന്ന് പറഞ്ഞിരിക്കുന്ന പുരാതന യോദ് എഴുതുന്ന ലിപി എന്ന് പറയുന്നത് ഒരു കരം, നീണ്ട കരം ആയിട്ടാണ് കാണുന്നത്. ഈ നീണ്ട കരത്തെ അല്ലെങ്കിൽ നീണ്ടിരിക്കുന്ന ഒരു കരം അല്ലെങ്കിൽ നമ്മുടെ മുഴുവനായിട്ടുള്ള ആ ഒരു കൈയെ കാണിക്കുന്നത്
ഒരു പ്രവൃത്തി, ഒരു സൃഷ്ടിപ്പ്, അല്ലെങ്കിൽ ഒരു കൊടുക്കുന്നതായിട്ട്, അല്ലെങ്കിൽ എടുത്തെറിയുന്നതായിട്ടൊക്കെ നമുക്ക് അതിൻ്റെ അർത്ഥ തലങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഇത് നമ്മൾ ഈ ഓരോ അർത്ഥങ്ങൾ, ഞാൻ ഈ ആക്ഷൻ എന്ന് പറയുന്നത്, ഗിവിങ് എന്ന് പറയുന്നത്, ആൻഡ് ക്രിയേഷൻ എന്ന് പറയുന്ന അർത്ഥം, അതായത് ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ഒരു കാര്യം നൽകുക, അല്ലെങ്കിൽ ഒരു സൃഷ്ടിപ്പ് എന്നൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ അതിന് ബൈബിളിന്റെ ആഴത്തിലുള്ള ചില വാക്യങ്ങളുമായി പ്രിയപ്പെട്ടവരെ നിങ്ങളും കൂടെ അതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ദ ഹിബ്രു വേർഡ് യാദ്, എൻ്റെ അർത്ഥം ഹാൻഡ് എന്നാണ്. യാദ്, YAD, യാദ്, ഹാൻഡ് എന്നാണ് അർത്ഥം. shares its root with yod, meaning to extend, to work, to shape. എബ്രായ പദം ആയിട്ടുള്ള യാദ് അല്ലെങ്കിൽ കൈകൾ അല്ലെങ്കിൽ കൈ എന്ന് പറയുന്ന യോദ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ മൂലപദവുമായിട്ട് വളരെ ഷെയർ ചെയ്തിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നീണ്ട അല്ലെങ്കിൽ നീട്ടപ്പെട്ട ഒരു പ്രവൃത്തി, ഒരു കാര്യത്തെ ഷേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യത്തെ ഉരുവം പ്രാപിപ്പിച്ച് ഒരു കാര്യത്തെ പുനർനിർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള അർത്ഥമുണ്ട്, അല്ലേ? നമ്മള് കരം എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും, കുശവന്റെ കൈയിലെ കളിമണ്ണ്. അപ്പൊ കുശവന്റെ കൈ കണ്ടോ, ആ കൈ കൊണ്ട് എന്താ ചെയ്യുന്നേ? ആ കളിമണ്ണിനെ പല രീതിയിലുള്ള ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നു, അല്ലേ? ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നു, അതിന് വിവിധ തരത്തിലേക്കുള്ള എക്സ്റ്റൻഷൻസ് കൊടുക്കുന്നു. ഇതെല്ലാം ഈ കരം കൊണ്ടാണ്, ദൈവത്തിന്റെ കരമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇറ്റ് is a single point suspended in space, representing the invisible hand of God moving all things. ഇതെന്ന് പറയുന്നത് നമുക്കൊരു നമ്മുടെ ആ സ്പേസില് എന്താ പറയാ, ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് നിന്ന് ഒരു അദൃശ്യമായ കരത്തിൽ ദൈവം സകലത്തെയും ചലിപ്പിക്കുന്നതായിട്ട് നമുക്കത് കാണുവാൻ കഴിയും. അടുത്ത പോയിന്റ്, മാത്തമാറ്റിക്കൽ വാല്യൂ അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ ഗമറ്റേറിയ വാല്യൂ 10 എന്ന് എഴുതാം. അപ്പൊ യോദ് ഈസ് ഇക്വൽ ടു 10, സിംബലൈസിങ് കംപ്ലീഷൻ ആൻഡ് ഡിവൈൻ ഓർഡർ. അതായത് നമ്മൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിങ്ങനെ വരുന്നുണ്ട്. അപ്പോ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഓരോ അക്കത്തിനും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടായിരുന്നു, അല്ലേ? നമ്മൾ ആലഫ് പഠിച്ചപ്പോൾ 1 പഠിച്ചു, ഏകൻ, ഒന്നാമൻ, പ്രഥമൻ എന്നൊക്കെയുള്ള അർത്ഥം. ഒന്നിൻ്റെതായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്, അല്ലേ? ഒന്നാമനായി നിൽക്കുക, അജയനായിട്ട് നിൽക്കുക. 2 എന്ന് പറയുമ്പോൾ അതിനൊരു പൂർണ്ണത വന്നു, ഒരു യൂണിറ്റ് ആയിരുന്നു, ഇതൊരു യൂണിയൻ ആയിട്ട് മാറി. 3 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥവികാസം വന്നു. 4, 5, 6, 7, 8 അങ്ങനെ 10ലേക്ക് വന്നപ്പോൾ ഇതെല്ലാം കാണിക്കുന്ന ഒരു ഓർഡറാണ്, അല്ലെങ്കിൽ ഒരു പെർഫെക്ഷനെയാണ് കാണിക്കുന്നത്. അപ്പോ ഇറ്റ് സിംബലൈസിങ് എ കംപ്ലീഷൻ ആൻഡ് ഡിവൈൻ ഓർഡർ. അപ്പൊ ഈ 10 എന്ന് പറയുന്നത് എന്തായിട്ട് നിങ്ങൾക്ക് കാണുവാൻ പറ്റും? ഞാൻ ആ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് തരുവാണ്. ദ 10, വാട്ട് ഇറ്റ് സിംബലൈസിങ് എ ഡിവൈൻ ഓർഡർ. ആ ഡിവൈൻ ഓർഡറിൽ ഈ 10 എന്ന് പറഞ്ഞത് എന്തായിരിക്കാം? നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുന്നവര് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികൾക്ക് എന്നോട് ക്ലാസ് കഴിഞ്ഞിട്ട് മെസ്സേജ് ചെയ്യാം, വിളിക്കാം. പക്ഷെ എന്നാലും നമ്മളിവിടെ നോട്ട്സിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. The 10 fingers shape the world. ഈ 10 വിരലുകൾ കൊണ്ടാണ് ഈ ലോകത്തെ മുഴുവൻ പുനർസൃഷ്ടിച്ചത്. 10 commandments structure the covenant. 10 കൽപ്പനകൾ കൊണ്ട്, 10 കൽപ്പനകളാണ് ഈ ലോകത്തിന്റെ തന്നെ ഉടമ്പടി, അല്ലെങ്കിൽ ഒരു പുതിയൊരു നിയമം, ചട്ടക്കൂട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. The 10 commandments. The 10 utterance formed creations. ദൈവത്തിന്റെ 10 വാക്യങ്ങളാണ് സൃഷ്ടിയിൽ പ്രകടമായ സാന്നിധ്യമായിട്ട് നിലനിൽക്കുന്നത്. സ്പിരിച്വലി
ആത്മീയമായിട്ട് 10 is a wholeness within smallness. ആ 10 എന്ന് പറഞ്ഞത് ഒരു ഒരു എന്താ പറയാ, ഒരു ഏറ്റവും പൂർണ്ണതയിലുള്ള ഒരു ചെറിയതാണ്. ഇൻഫിനൈറ്റ് വാല്യൂ കംപ്രസ്ഡ് ഇൻ ടു ഫൈനൈറ്റ് ഫോം. മാത്സ് കുറച്ച് പഠിക്കുന്നവർക്ക് ഉള്ള ഒരു സംഭവമാണ് ഇൻഫിനൈറ്റ് വാല്യൂ. അതായത് ഈ 10ന്റെ അടുത്ത് വീണ്ടും ഒരു 0 0 0 0 0 പോയി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇൻഫിനൈറ്റ് ആണ്. എന്നാൽ അതിനെ കംപ്രസ് ചെയ്തിട്ട്, അതായത് ഇൻഫിനൈറ്റ് ആയിട്ടുള്ള വാല്യൂവിനെ മുഴുവൻ കംപ്രസ് ചെയ്തിട്ട് ഫൈനൈറ്റ് ഫോമിലേക്ക് വെച്ചിട്ടുള്ളതാണ് 10. ഓക്കെ, ഇതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ഇറ്റ് ടീച്ചസ് ദാറ്റ് ഗോഡ്സ് ഗ്രേറ്റ്നെസ് ഹൈഡ്സ് ഇൻ സിംപ്ലിസിറ്റി. നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം 119 സങ്കീർത്തനവും അതിന്റെ 19 സങ്കീർത്തനത്തിലൊക്കെ നമുക്ക് അത് കാണുവാൻ കഴിയും, പഠിക്കുവാൻ കഴിയും. അപ്പൊ ദൈവത്തിന്റെ ആ മഹാത്മ്യത്തെ അതിന്റെ എളിമയോടും അതിന്റെ ശാന്തതയോടും കൂടി ഓരോ ചരാചര സൃഷ്ടികളിലും ദൈവം അത് സമ്പൂർണമാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത് ദൈവത്തിന്റെ കരത്തിനാലാണ് ദൈവം അത് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ സ്മോളസ്റ്റ് ആക്ട് ഡൺ ഇൻ ലവ് ക്യാരീസ് ഇറ്റേണൽ വെയിറ്റ്. ആ ഒരു ചെറിയ കാര്യം പോലും വളരെ സ്നേഹത്തില് നിത്യതയിൽ പൊതിഞ്ഞിട്ടാണ് ദൈവം അത് വെക്കുന്നത്. അടുത്ത നമുക്ക് പോയിന്റ് എഴുതാം, പ്രോഫറ്റിക് അല്ലെങ്കിൽ ലെയേർഡ് മീനിങ്. അപ്പോ ഓക്കെ, അതിനൊരു ടൈറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം, ദ സ്പാർക്ക് ഓഫ് ബിഗിനിങ്. ആരംഭത്തിന്റെ ഒരു തീപ്പൊരി അല്ലെങ്കിൽ ഒരു സ്പാർക്ക്, ഒരു സ്ഫുരണം, തുടക്കത്തിന്റെ സ്ഫുരണം എന്ന് വേണമെങ്കിൽ അത് മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതാം. Every Hebrew letter begins with a tiny yod stroke, showing that everything starts with a divine spark. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കും എനിക്കറിയത്തില്ല, പക്ഷെ പലപ്പോഴും ഞാനത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഹീബ്രു ആൽഫബറ്റിലും ഒരു അക്ഷരങ്ങളുടെ ഫോർമേഷൻസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ തുടക്കമൊക്കെ പഠിച്ചായിരുന്നു, ആലഫ് പഠിച്ചു. ആലഫില് മുകളിൽ ഒരു യോതുണ്ട്, താഴെ ഒരു യോതുണ്ട്, നടുക്കൊരു വാവുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ മനസ്സിലായോ? നമ്മളുടെ ഓരോ എബ്രായ അക്ഷരത്തിലും ഒരു യോതിന്റെ സ്ട്രോക്ക് ഉണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഗിമലുണ്ട്, ഡലത്തിലുണ്ട്, വാവിലുണ്ട്, ഹേയിലുണ്ട്, ഹെത്തിലുണ്ട്, സൈനിലുണ്ട്, ഹെത്തിലുണ്ട്, ടെത്തിലുണ്ട്. അവസാനം നമ്മൾ യോതിലേക്ക് വന്നു. എല്ലാ അക്ഷരത്തിലും യോതുണ്ട്, എല്ലാ അക്ഷരത്തിലും വാവുണ്ട്. ഇതൊരു വാവിന്റെയും യോതിന്റെയും ഒക്കെ ഒരു കോമ്പിനേഷൻസ് ആണ് പല അക്ഷരങ്ങൾ. Every Hebrew letter begins with a tiny yod stroke, showing that everything starts with a divine spark. Before there was form, there was yod. അതായത് സകലതും സൃഷ്ടിക്കുന്നതിന് മുൻപ് അവിടെ എന്തുണ്ടായിരുന്നു? ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. ദ ഡോട്ട് ഓഫ് എ പ്യുവർ പൊട്ടൻഷ്യൽ. ഒരു ഡോട്ട് ആയിട്ടാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത്. ആ ഡോട്ട് എന്ന് പറയുന്നത് യഥാർത്ഥ പ്രേരകമായ ശക്തിയുടെ ഉറവിടമാണ്, സ്രോതസ്സാണ്. ഗോഡ്സ് ഫസ്റ്റ് തോട്ട് ഓഫ് ക്രിയേഷൻ. ദൈവത്തിന്റെ ആദ്യ ക്രിയേഷനില് ആ തോട്ടില് ആ ഡോട്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ദ ഹാൻഡ് ഓഫ് ഗോഡ് ഇൻ ഓൾ തിങ്സ്. അപ്പോ ദൈവത്തിന്റെ കരം എല്ലാത്തിലും കാണാൻ കഴിയും, അല്ലെ? ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് മുതൽ നമ്മളെ സൃഷ്ടിച്ചത് വരെ ഇന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും ഇവിടെ എല്ലാം തന്നെ നമുക്ക് ദൈവത്തിന്റെ കരം കാണുവാൻ കഴിയും. കാരണം ദൈവത്തിന്റെ കരത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ഒരു സംരക്ഷണത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
യോദ് റെപ്രസെന്റ് യാഹ് ഹിഡൻ ഹാൻഡ്. യോദ് പ്രതിദാനം ചെയ്യുന്നത് യാഹിന്റെ അദൃശ്യമായ കരത്തെയാണ്. നമ്മളെ വഴി നടത്തുന്നതും നമ്മളെ ഷേപ്പപ്പ് ചെയ്യുന്നതും നമ്മളെ നിലനിർത്തുന്നതും, എന്നാൽ നമുക്ക് ഒരിക്കലും കാണുവാൻ കഴിയാത്ത, നമ്മൾ നടത്തുന്ന, നമ്മളെ സകലതും വഹിച്ച് മുന്നോട്ട് നടത്തുന്ന ദൈവത്തിന്റെ ആ ആ കൈയൊപ്പാണ് യോദ്. അടുത്ത മറ്റൊരു പോയിന്റ് നമുക്ക് ചിന്തിക്കാം. മെഷിഹാസ് ഹിഡൻ ഇൻ യോദ്. യഹോശുവ said, not one yod or stroke will pass from the Torah until all is fulfilled. മത്തായി എഴുതിയ സുവിശേഷം 5:18 ഞാനിവിടെ പറഞ്ഞത്. യഹോശുവ പറഞ്ഞത് ഇങ്ങനെയാണ്, നോട്ട് വൺ യോദ് ഓർ stroke will pass from the Torah until all is fulfilled. സകലതും ആ നിവൃത്തിയായി തീരുവോളം ഒരു വള്ളിയോ പുള്ളിയോ എന്നാണ് നമ്മുടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് എഴുതിയിരിക്കുന്നത് യോദ് എന്നായിരുന്നു. ദൈവത്തിന്റെ കരം എപ്പോഴും അവിടെ ഉണ്ട്. അത് ഒരിക്കലും മാഞ്ഞു പോകുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക എന്നാണ് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം സകലതും നിവർത്തീകരിക്കപ്പെടുന്നതും ദൈവത്തിന്റെ കരത്തിലൂടെ തന്നെയാണ് എന്ന് അവിടെ യഹോശുവ അവിടെ സാക്ഷ്യം പറയുകയാണ്. He is the embodied Yod, the visible word made, the invisible word made visible. എന്നെ കണ്ടവർക്ക്, അതായത് യഹോശുവ പറയുന്നൊരു, എന്നെ കണ്ടവർ ദൈവത്തെ കണ്ടതാണ്, പിതാവിനെ കണ്ടു. ഞാൻ അദൃശ്യമായ വാക്കിന്റെ ദൃശ്യമായ വാക്കാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The smallest letter became the greatest revelation. ഏറ്റവും ചെറിയ ആ അക്ഷരം വലിയ വെളിപ്പാടുകൾ നൽകുന്നതാണ്. ആൻഡ് യോദ് ടീച്ചസ് അബൌട്ട് ഹ്യൂമിലിറ്റി ഓഫ് പവർ. യോദ് താഴ്മയുടെ ശക്തിയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. യോദ് ടീച്ചസ് ദാറ്റ് ട്രൂ പവർ ബൗസ് ലോ, divine majesty clothed in meekness. It is the king kneeling to wash feet, the spark stooping to serve. ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, രാജാതി രാജാവ്, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച, ഈ ലോകത്തെ മുഴുവനും നിർണയിച്ച ആ ദൈവം, രാജാവ് താഴെ വന്ന് കുനിഞ്ഞ് നമ്മുടെ പാദങ്ങളെ കഴുകി ചുംബിച്ചു. ആ താഴ്മ തന്നെയാണ് ദൈവം നമുക്ക് കാണിച്ചു തരുന്നത്. യോദ് അങ്ങനെയും കൂടി ഒരു അർത്ഥമുണ്ട്. ഹ്യൂമിലിറ്റി ഓഫ് പവർ, താഴ്മയുടെ ശക്തി ധരിച്ച ആ താഴ്ന്ന ഭൂമിയിലേക്ക് വന്ന് ദൈവത്വത്തെ കാണിച്ചു തന്ന ഒരു മഹത്തായ പ്രവൃത്തിയാണ് നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് ഈ മറ്റൊരു ചിന്തയും കൂടെ നമുക്ക് ചിന്തിക്കാം. നമുക്ക് സ്പിരിച്വൽ, 4ാമത്തെ പോയിന്റ്, സ്പിരിച്വൽ ആൻഡ് സ്ക്രിപ്ചർ. ആ മീനിങ്ങിനെ നിങ്ങൾ സ്പിരിച്വൽ മീനിങ് എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കും. ക്രിയേഷൻ ബിഗിൻസ് വിത്ത് എ പോയിന്റ്. In Judaic thought, the universe begin as a point of light, Yod, that expand to form of all existence. അതായത് ഒരു യഹൂദ ചിന്ത ഇങ്ങനെയാണ്, ഈ യൂണിവേഴ്സിനെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു വെളിച്ചത്തിന്റെ ഒരു പോയിന്റിൽ നിന്നും അതിന്റെ പൂർണ്ണമായ ആ വ്യാപ്തിയിലേക്ക് നയിച്ചത് ഒരു യോദാണ്, അതൊരു കരമാണ്. Every thought, world and soul begins as a park.
ആസ് എ സ്പാർക്ക്. ഒരു ചിന്ത, ഈ ലോകം, അതായത് ഒരു ആത്മാവിന്റെ തുടക്കവും എല്ലാം ആ സ്പാർക്കിൽ നിന്നാണ് ആരംഭിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഓർക്കുന്നുണ്ട്. യോദ് ഹേ വാവ് ഹേ വളരെ വിശുദ്ധമായ നാമമാണ്. എപ്പോഴും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ യോദ് ഹേ വാവ് ഹേ യാഹ്വേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ എപ്പോഴും എടുത്ത് ഉപയോഗിക്കേണ്ട ഒരു നാമമല്ല. അങ്ങനെ പറയുമ്പോൾ മൈ ലോർഡ് എന്നാണ് പറയേണ്ടത്. കാരണം യഹൂദന്മാര് അവർ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു നാമമാണ് പറയാനായിട്ട്. അങ്ങനെ എടുക്കേണ്ട ഒരു നാമമല്ല. അതുകൊണ്ട് നമുക്ക് കർത്താവ് എന്ന് നമുക്ക് ഉപയോഗിക്കാം, കർത്താവായ ദൈവം എന്ന് നമുക്ക് ഉപയോഗിക്കാം. ദ സീക്രട്ട് നെയിം യാഹ്വേ ബിഗിൻസ് വിത്ത് യോദ്. യാഹ്വയുടെ ആ നാമത്തിന്റെ മുന്നിൽ ഉള്ളത് ഒരു യോദാണ്. The spark that breathes the rest into being. Without Yod, the name cannot exist. അതായത് യോദ് എന്നുള്ള ആ അക്ഷരമില്ലെങ്കിൽ പേര് പോലും എക്സിസ്റ്റ് ഇല്ല. ബിക്കോസ് യോദ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരമാണ്, യാഹ്വേ. And it is the divine, it is a seed of divinity. അത് പൂർണ്ണതയുള്ള ദൈവികത്തിന്റെ ഒരു വിത്താണ് യോദ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും ഒരു യോദ് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്നുണ്ട് അല്ലെ? ഞാൻ തുടക്കത്തിലെ ആദ്യത്തെ അധ്യായത്തിലൊക്കെ പറഞ്ഞു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? മണ്ണെടുത്തിട്ട് ആ റൂഹ യൂതി നിശമയായിട്ട് മാറ്റി. അപ്പോ ആ നിശമയായിട്ട് മാറ്റിയപ്പോ, ഈ നിശമയായിട്ട് മാറ്റുന്നതിന് മുമ്പ് ദൈവം എന്താ ചെയ്തേ? ദൈവത്തിന്റെ കരം ഉപയോഗിച്ചാണ് നമ്മൾ വാർത്തുണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലും ആ ദൈവത്തിന്റെ സത്ത്, ദൈവത്തിന്റെ എസൻസ് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ ആ സ്പാർക്ക് എന്താണ് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വിസ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഐ ആം ഇസ് വിത്തിൻ യു. ഞാൻ നിന്റെ ഉള്ളിലുണ്ട്. ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഈ ഒരു സ്പാർക്ക് ഉണ്ട്. ഈ ഒരു സ്പാർക്ക് ഇങ്ങനെ പ്രതിധ്വനി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നിങ്ങൾ എഴുതിക്കും. The place of Yahweh which your hands Yadeka have established. അപ്പൊ യുവർ ഹാൻഡ്സ് എന്ന് പറഞ്ഞിരുന്നിടത്ത് യാദേക, YADEKHA, യാദേക എന്ന് നിങ്ങൾക്ക് എഴുതാം. യുവർ ഹാൻഡ്സ്. അതേപോലെ തന്നെ യെശയ്യാവിന്റെ പുസ്തകം 48:13 മൈ ഹാൻഡ് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദി എർത്ത് എന്ന് പറയുന്നിടത്ത് യാദി എന്നുള്ള ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യാദി, YADI, യാദി. കാരണം ഓരോ എബ്രായ പദത്തിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥ തലങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ യാദേക, യാദി എന്നതിൻ്റെ ഇത് ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെ യുവർ ഹാൻഡ് യാദേക എന്നാ പറഞ്ഞത്. ഇവിടെ ഐസയിൽ പറഞ്ഞിരിക്കുന്നു മൈ ഹാൻഡ് യാദി എന്നാണ് പറഞ്ഞത്. സോ നമുക്ക് അത് വേറൊരു തലത്തിൽ നമുക്കത് പിന്നെ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു വാക്യം നിങ്ങൾക്ക് എഴുതാം, 5:18. കാരണം നമ്മളിതിന് ഈ ഒരു അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ എഴുതി മനസ്സിലാക്കേണ്ട ഒരു വാക്യമാണ് 5:18. Until heavens and earth pass, not one yod shall pass from the law. ന്യായപ്രമാണത്തിൽ നിന്നും ഒരു
വള്ളിയോ എന്ന് പറയുന്നിടത്ത് അവിടെ വൺ യോതാണ് വരേണ്ടത്. അതായത് അതുപോലെ തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ അവിടെ ഇങ്ങനെയുണ്ട്, ദോ ഹി വാസ് ഗോഡ് ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. അവിടെ എല്ലാം കാണുന്നെന്ന് വെച്ചാല് ആ ദൈവികത്വം ജഡമായി തീർന്നു വന്ന് താൻ ദൈവമായിരിക്കെ അത് മുറുകെ പിടിക്കാതെ അത് മുഴുവനും തന്നെത്താൻ ഒഴിച്ചു കളഞ്ഞ് മനുഷ്യരൂപമെടുത്ത് അവിടെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി വന്ന് തന്നെത്താൻ താഴ്ത്തി, ക്രൂശോളം താഴ്ത്തി അവിടെ ആ വിനീതത്വം കാണിക്കുന്ന ഒരു പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. അതും ആ ദൈവത്തിന്റെ കരത്തിന്റെ ഒരു പ്രവൃത്തിയാണ് എളിമ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ടത് മറ്റൊരു കാര്യമുണ്ട്. ഓക്കെ, നിങ്ങൾ ആ യോധ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാന്ന് കണ്ടല്ലോ. അതിന്റെ മേളിലത്തെ വര, ദ പോയിന്റ് അപ്വേർഡ്സ് സിഗ്നിഫൈങ് കണക്ഷൻ ടു ഗോഡ്. അതായത് ഇതിന്റെ ടൈറ്റിൽ വേണമെങ്കിൽ ഇങ്ങനെ കൊടുത്തു, ദ 3-fold സ്ട്രക്ചർ ഓഫ് യോധ്. യോധ് കൺസിസ്റ്റ് ഓഫ് 3 interconnected പാർട്സ്. യോധ് മൂന്ന് കണക്ഷൻസ് ഉള്ള ഒരു കാര്യമാണ്. 1, 2, പിന്നെ ഒരു ചെറിയൊരു വരമുണ്ട്, 3. ആ മൂന്നിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകണം. ദ അപ്പർ ടാഗ് പോയിന്റ്സ് ടുവേർഡ്സ് സിഗ്നിഫൈങ് കണക്ഷൻ ടു ഗോഡ്. ദൈവവുമായിട്ടുള്ള ആ കണക്ഷനെ പ്രതിദാനം ചെയ്യുന്നതാണ്. അതിന്റെ കർവ്ഡ് ഉണ്ടല്ലോ, ആ മിഡിലിന്റെ ആ ഭാഗത്ത് ഒരു കർവ് ഉണ്ട്, ഇങ്ങനെ ആ യോധ് ഇങ്ങനെ എഴുതുമ്പോൾ അത് കാണിക്കുന്നത് represents the unity of divine and human. അത് പ്രതിദാനം ചെയ്യുന്നത് ആ ദൈവികത്വവും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധത്തെയാണ് അവിടെ കാണിക്കുന്നത്. ആ താഴത്തെ ലോവർ സ്ട്രോക്ക് കാണിക്കുന്നത് ബെൻസ് ടുവേർഡ്സ് ദ എർത്ത്. ഭൂമിയിലേക്ക് അതിങ്ങനെ ബെൻഡ് ചെയ്ത് നിൽക്കുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ് സിഗ്നിഫൈങ് ദ ഹ്യൂമിലിറ്റി ആൻഡ് ഇൻകാർണേഷൻ. അത് കാണിക്കുന്നത് താഴ്മയുടെയും, എന്നാൽ ആ താഴ്മയില് അവതാരമെടുക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ആ ലോവർ സ്ട്രോക്ക് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഞാനത് അവസാനം പറഞ്ഞു തരുന്നതായിരിക്കാം. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ആ യോധിന്റെ അകത്ത് തന്നെ ഈ പറഞ്ഞ 3 കാര്യങ്ങളും കൂടെ തന്നെ ഒരു ട്രിനിറ്റേറിയൻ ഡിസൈൻ മിറർ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ കഴിയും. ഒരു ത്രിത്വത്തിന്റെ കണ്ണാടിയുടെ ഒരു ദൈവികമായ ഒരു പ്രകൃതം കാണുവാൻ കഴിയും. ആ മേളിലോട്ട് നിൽക്കുന്നത് പിതാവിനെ കാണിക്കും, എബോവ്. ആ വളഞ്ഞിങ്ങനെ നിൽക്കുന്നത് മീഡിയേറ്റർ, മനുഷ്യനും ദൈവമായിട്ടുള്ള കണക്ഷനിൽ ആ മീഡിയേറ്ററിനെ കാണാൻ കഴിക്കും. താഴോട്ടുള്ള ആ സ്ട്രോക്ക് എന്ന് പറയുന്നത് സ്പിരിറ്റ്, പരിശുദ്ധ റൂഹയെ കാണിക്കുന്നു, റീച്ചിങ് ടു എർത്ത്. അതായിട്ട് കാണിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് കാണുവാൻ പറ്റുന്ന യോധ് is a picture of Yehoshua, the humble bridge between heaven and earth, divine in essence, human in form, holding both realm in unity. നമുക്ക് ഇതെല്ലാം ഈ ഒരു യോധിൽ നമുക്ക് യഹോശുവനെ കാണാൻ പറ്റും. സ്വർഗത്തെയും ഭൂമിയെയും കൂട്ടിയിണക്കുന്ന ഒരു ബ്രിഡ്ജ്, ഒരു പാലം. അതേപോലെ തന്നെ ഒരു വിശുദ്ധിയുടെ, പരിശുദ്ധിയുടെ, നിർമ്മലതയുടെ, സ്വർഗീയമായതിന്റെ ഒരു സത്ത് എസൻസ്. അതേ കണക്ക് തന്നെ ഒരു ഹ്യൂമൻ ഫോം എവിടെ കാണാൻ, ആ യോധിൽ കാണാൻ പറ്റും. അതെന്തിനെയാണ് കാണുന്നത്? 2 റിലത്തെയും, അതായത് സ്വർഗീയമായതിനെയും ഭൗതികമായതിനെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഏകത്വം നമുക്കതിൽ കാണുവാൻ കഴിയും. അതേപോലെ തന്നെ നമ്പർ 10 ഒരു ഡിവൈൻ കംപ്ലീറ്റ്നെസ്സും കൂടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. യോധ് ഇസ് ഇക്വൽ ടു 10, സിംബലൈസിങ് ദ ഹോൾനെസ് ആൻഡ് ഡിവൈൻ ഓർഡർ.
ഷെലെമറ്റ്. അതായത് ഓരോന്നും ഞാൻ പറയാം. ഇൻ ദ ഫാബ്രിക് ഓഫ് ക്രിയേഷൻ ആൻഡ് റെവലേഷൻ ദ നമ്പർ 10 മാർക്സ് കംപ്ലീഷൻ. ഈ നമ്പർ 10 ഒരു കംപ്ലീഷന്റെ ഒരു പ്രതിദാനം ചെയ്യുന്ന ഒരു സംഖ്യ കൂടിയാണ്. അതായത് സൃഷ്ടിപ്പിൽ ദൈവം നടത്തിയ 12 അട്ടറൻസ്, ഉണ്ടാകട്ടെ 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 എന്ന് പറഞ്ഞിരിക്കുന്ന 10 ദൈവത്തിന്റെ പ്രതിധ്വനികൾ ജെനസിസ് 1 നമുക്കത് കാണുവാൻ കഴിയും. പിന്നെ 10 ജനറേഷൻ, ആദം മുതൽ നോഹ വരെയുള്ള 10 ജനറേഷൻ. ആ ജനറേഷന്റെ നടുവിൽ, അല്ലെങ്കിൽ ആ ആദം മുതൽ നോഹ വരെയുള്ള ആ ജനറേഷന്റെ ആ ഗ്യാപ്പില് ഒരു ന്യായവിധി നടന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം നോഹ മുതൽ അബ്രഹാം വരെയുള്ള ഒരു കാലഘട്ടമുണ്ട്. ഈ കാലഘട്ടത്തിലും ഒരു 10 ജനറേഷനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ആ 10 ജനറേഷനിൽ എന്താണ്? നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. ആ കൃപ ലഭിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിലൂടെ നടന്നുപോയി ആ അബ്രഹാമിൽ വരുമ്പോൾ അത് കംപ്ലീറ്റ് ആയി നിൽക്കുന്നു. അബ്രഹാം ആ വാഗ്ദത്തം കേട്ട്, ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവിടുന്ന് ഇറങ്ങുന്നു. ലഖ, ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആ വിഗ്രഹങ്ങളുടെ നടുവിൽ നിന്നും ഇറങ്ങി വാഗ്ദത്ത ദേശത്തേക്ക് യാത്രയാകും. അതേപോലെ തന്നെ അബ്രഹാമിന്റെ 10 പരീക്ഷകൾ, ആ 10 പരീക്ഷകൾ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കണക്ക് കൂട്ടാം, നമുക്ക് ഇങ്ങനെ എഴുതാം. ഒന്ന്, ലിവിങ് ഹിസ് ഹോം ലാൻഡ്. അബ്രഹാം സ്വഗൃഹത്തിൽ നിന്നും ഇറങ്ങുന്നത്. രണ്ടാമത്, ക്ഷാമം. ഹി ഫേസ്ഡ് എ ഫെമിൻ ദാറ്റ് ഫോഴ്സ്ഡ് ഹിം ടു ലീവ് കനാൻ ആൻഡ് ഗോ ടു ഈജിപ്റ്റ്. ഈജിപ്തിലേക്ക് താൻ കനാനിൽ നിന്നും ഈജിപ്തിലേക്ക് പോകാൻ നിർബന്ധിതനായി പോകുന്ന ഒരു ക്ഷാമത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പിന്നെ അടുത്തത്, സാറാസ് അബ്ഡക്ഷൻ ബൈ ഫറോൻ സാറയെ അബ്ഡക്റ്റ് ചെയ്യുന്നിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. 3, നാലാമത്തത്, ദ വാർസ് ഓഫ് കിങ്സ്. അതായത് ലോത്തിനെ രക്ഷിക്കാനായിട്ട് രാജാക്കന്മാരുമായിട്ടുള്ള യുദ്ധം. അത് കഴിഞ്ഞിട്ട് 5, ദ കവനന്റ് ബിറ്റ്വീൻ ദ പീസസ്. അതായത് അവിടെ ഒരു ഉടമ്പടി നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ വീണ്ടും 5-മത്, സാറ അബ്ഡക്ഷൻ ബൈ കിങ് അബിമേലെക്. 6, ദ എക്സ്പ്ലഷൻ ഓഫ് ഹാഗാർ ആൻഡ് ഇഷ്മയിൽ. അതായത് അബ്രഹാം വാസ് ഇൻസ്ട്രക്ടഡ് ടു സെൻഡ് അവേ ഹിസ് concubine Hagar and their son Ismail, which caused him grief. അതായത് ഹാഗാറിനെയും തന്റെ മകനെയും അവിടുന്ന് സ്വഭവനത്തിൽ നിന്നും ഇറക്കി വിടുന്ന ഒരു സംഭവം, അത് അബ്രഹാമിന് ഭയങ്കരമായ ഒരു മാനസികമായ ഒരു വ്യഥയുണ്ടാക്കി. അത് കഴിഞ്ഞ് സർക്കംസെഷൻ. അബ്രഹാം 99-ാമത്തെ വയസ്സില് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ആ പരിച്ഛേദനയ്ക്കായിട്ട് തന്നെ നിർത്തുന്നു. അത് കഴിഞ്ഞിട്ട് 10-മത്തത്, ഫാമിലി പ്രോബ്ലംസ്. ഈ 10 കാര്യങ്ങളും നമുക്ക് അബ്രഹാമിന്റെ ജീവിതത്തിൽ കാണാൻ പറ്റും. പിന്നെ 10 പ്ലേഗ്, 10 ഈജിപ്തിലെ കണ്ട 10 മഹാമാരികൾ, 10 കമാൻഡ്മെന്റ്സ്. അതേപോലെ തന്നെ ദ 10th ഡേ ഓഫ് തിശ്രീ, അതായത് യഹൂദന്മാരുടെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. യോം കിപ്പൂർ അതുമായി ബന്ധപ്പെട്ടതാണ് ആ 10 ദിവസത്തെ തിശ്രീ. അവിടെ വിലാപം കഴിക്കുന്നതായിട്ടും വിലാപത്തിന്റെയും പ്രാർത്ഥനയുടെയും ആ ഒരു ദിവസത്തെ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു 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 ഇതുണ്ട്. അതായത് ഇസ്രായേലിലും യഹൂദിയിലൊക്കെ ഒരു ചൊല്ലുണ്ട്. യോദ് ഡിക്ലെയർസ് ദാറ്റ് കംപ്ലീഷൻ ഫ്ലോസ് ഫ്രം ദ സ്മോളസ്റ്റ് പോയിന്റ്. അതായത് ഒരു കാര്യം പൂർണ്ണമാകുന്നത്, അതിന്റെ പര്യവസാനത്തിലേക്ക് എത്തുന്നത്, ഒരു കാര്യം പര്യവസാനത്തിലേക്ക് എത്തുന്നത്, ഒരു പൂർണ്ണത അവസാനിക്കുന്നത് അതിന്റെ ഏറ്റവും ടൈനിയസ്റ്റ് ആയിട്ടുള്ള പോയിന്റിൽ വരുമ്പോഴാണ് സകലതും അവസാനിക്കുന്നത്.
ഗോഡ് ബിഗിൻസ് വിത്ത് എ സീഡ് ആൻഡ് എൻഡ്സ് ഇൻ പെർഫെക്ഷൻ. ദൈവം ഒരു ചെറിയ വിത്തിൽ നിന്നും തുടങ്ങുന്നു, എന്നിട്ട് അതിന്റെ പൂർണ്ണത, മനോഹാരിതയിലേക്ക് ദൈവം അതിനെ യഥാസ്ഥാനപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമുക്ക് ചില പദങ്ങൾ പഠിക്കാം. യാക്കോവ്, നമ്മൾ ജേക്കബ് എന്നാണ് പറയുന്നത്, യാക്കോവ് എന്നാണ് പറയേണ്ടുന്നത്. നമ്മൾ ഇസ്രയേൽ എന്നാണ് പറയുന്നത്, ഇസ്രയേൽ എന്നാണ് പറയുന്നത്. ഇസ്രയേൽ എന്നാണ് പറയുന്നത്. അതേ കണക്കിന് നമ്മൾ ജൂസ് എന്നാണ് പറയുന്നത്. ദർ ഇസ് നോ ജെ ഇൻ ഹീബ്രു ആൽഫബറ്റ്. യഹൂദീം എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലും നമ്മൾ അത് തന്നെയാണ് ഉച്ചരിക്കുന്നത്. ഇഷൂറിൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഇതൊക്കെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11:36 ആർക്കെങ്കിലും ഒന്ന് ഉറക്കെ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കാം. സകലവും യഹോവയിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ, ദൈവത്തിന് എന്നേക്കും മഹത്വം. ആമേൻ. റോമാലേഖനം റോമാലേഖനം 11:36. വായിക്കണോ? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ, അവന് എന്നേക്കും മഹത്വം. ആമേൻ. For from him and through him and to him all things to him be the glory forever. Amen. നമ്മൾ ഇത് വായിച്ചു നിർത്തുമ്പോൾ സകലവും തുടക്കം ആ ഒരു കരത്തിലായിരുന്നു. പൗലോസ് ഈ ലേഖനം, റോമക്കാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11-ാം അധ്യായത്തില് തുടങ്ങുന്നത് തന്നെ ഇത് പറഞ്ഞിട്ടാണ്. അതായത് എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല, ഞാനും ഇസ്രായേലിയനല്ലോ, അതെ, അബ്രഹാമിന്റെ സന്തതി. താങ്ക് യു. അപ്പം ദൈവം തന്റെ സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞു. ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ നമുക്ക് ഇസ്രായേലിനോടുള്ള ഒരു ബന്ധത്തിൽ നമുക്ക് അതിനെ പോയിന്റ് ഔട്ട് ചെയ്യാം. പക്ഷെ നമുക്കൊരു ആത്മീയമായിട്ട് അതിലൊന്ന് നോക്കി, നമ്മളെല്ലാവരും ദൈവത്തിന്റെ സ്വന്തം ജനം തന്നെയാണ്. ദൈവം ഒരു നാളും ഒരു ജനത്തെയും തള്ളിക്കളയത്തില്ല. കാരണം സകലതും ദൈവത്തിനാൽ, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ദൈവത്തോട് കൂടി സൃഷ്ടിക്കപ്പെട്ടതാണ്. സോ ദൈവത്തിന്റെ കരത്തിനാൽ, ഇപ്പോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കരത്തിൽ ഉണ്ടാക്കിയ ഒരു വസ്തു നിങ്ങളത് നശിപ്പിച്ചു കളയും. നമ്മള് നാളെ ഒരു കാര്യം ഉണ്ടാക്കുവാണ്, ഒരു പെയിന്റിങ്, ഒരു സ്കൾപ്ചർ ഉണ്ടാക്കി അതിന്റെ പൂർണ്ണതയിലെത്തി, എവറിത്തിങ് ഈസ് ഗുഡ്. ആ ക്രിയേഷൻ, നമ്മളെ ക്രിയേറ്റ് ചെയ്ത സാധനം കൊള്ളാം, ഉച്ചയായപ്പോൾ അടിച്ചു പൊട്ടിച്ച് കളയുമോ? അങ്ങനൊരു വ്യക്തിയല്ല നമ്മള്. അപ്പൊ ദൈവം ഒരിക്കലും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ആ ലേഖനത്തിൽ ഇസ്രായേൽ ജനത്തിനോടാണ് പൗലോസ് ഇസ്രായേൽ ജനത്തെ കുറിച്ചിട്ടാണ് പറയുന്നെങ്കിൽ നമ്മൾ അത് ആത്മീയമായിട്ട് എടുക്കുകയാണെങ്കിൽ ദൈവം ഒരു നാളും ഒന്നിനെയും തള്ളിക്കളയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഹിസ് എസൻസ് വാസ് ദേർ. ദൈവത്തിന്റെ സത്ത് അതിലുണ്ട്. അതുകൊണ്ട് ദൈവം ഒരിക്കലും അത് കളയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നാളെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. നാളെ പകലല്ല, വൈകിട്ടല്ല. ഞാൻ നാളത്തെ ഒരു ടൈം നോക്കിയിട്ട് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യാം. സോ നമ്മൾ യാഹ്വേ, യോദ് ഹേ, വാവ് ഹേ, അതിൻ്റെ ഒരു ഡീറ്റെയിൽ പഠിക്കാം. അതേപോലെ തന്നെ യശ്വ അല്ലെ യഹോശ്വ എന്നുള്ള അതും നമ്മൾ പഠിക്കാം. കാരണം യോദ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു വാക്കാണ് യോദ് ഹേ, വാവ് ഹേ. മുറിവേറ്റ കരം നോക്കൂ, ആണി നോക്കൂ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. യോദ് ഹേ, കരം നോക്കൂ, ആണി നോക്കൂ. ഇതാര് ആരോട് പറഞ്ഞു?
ഈ ക്ലാസ് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. സർവശക്തനും നിത്യനുമായ ഞങ്ങളുടെ നല്ല പിതാവേ, ദൈവത്തിന്റെ കരം ആ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം മുതലേ വെളിപ്പെട്ടല്ലോ. ആ വെളിപ്പാടിനായിട്ട് അപ്പ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആ ആദ്യം മുതൽ വെളിപ്പെട്ട അവിടുത്തെ കരം ഞങ്ങളെ പിടിച്ചു നടത്തണമേ. ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇനിയും അറിയാനുണ്ട്. സൃഷ്ടിയുടെ അവിടുത്തെ വചനത്തിന്റെ ആഴത്തിന്റെ പൊരുളുകളെ എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട്. ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ അപ്പാ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞിനെ പോലെ ഞങ്ങൾ എല്ലാവരെയും താഴ്ത്തി അവിടുത്തെ കരത്തിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ ആ കരം പിടിച്ച് ആ പ്രപഞ്ചത്തിന്റെ അങ്ങ് സൃഷ്ടിച്ച ആ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പാ. അവിടുത്തെ പരിശുദ്ധ റൂഹയിലൂടെ ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിന്റെ ആഴത്തെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരണമേ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ സൂം പ്ലാറ്റ്ഫോം അനുവദിച്ച് തന്ന അവിടുത്തെ അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ പാസ്റ്റർ സജി ജോർജ് അവരുടെയും കുടുംബത്തെയും അവരുടെ ശുശ്രൂഷ മണ്ഡലങ്ങളെയും സഭയെയും കൂട്ടായ്മകളെയും പ്രാർത്ഥനകളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് മാത്രമല്ല, അടിയന്റെ ക്ലാസ്സിൽ സവിനയം ആദരവോടെ സ്നേഹത്തോടെ സകലതും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെയും എല്ലാവരെയും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയപൂർവ്വം അടിയന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥനയോടെ വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യഹോശുവയുടെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ശലോം.